MS ലിഷോയ് ഉണ്ട്. ലിഷോയ് അവിടെയും ക്ലീൻ ആയ ഒരു സ്വീപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ UDF എങ്കിൽ അവിടെ LDF എന്ന നിലയിൽ ക്ലീൻ ആയ ഒരു സ്വീപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന ഘട്ടമായിട്ടുണ്ടോ ചേലക്കരയിൽ? തീർച്ചയായും അങ്ങനെ അനുമാനിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ വള്ളത്തോൾ നഗർ പഞ്ചായത്താണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായി അതിന്റെ ടാബുലേഷൻ കണക്കുകൾ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പകുതിയോളം മൂന്നാം റൗണ്ടിലെ പകുതി വരെയുള്ള കണക്കനുസരിച്ച് 4498 വോട്ടിന്റെ ലീഡ് UR പ്രദീപിനുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ മൂന്നാം റൗണ്ടിലെ ഔദ്യോഗികമായ ആ ഒരു കണക്ക് അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. ആ ഒരു സമയത്ത് എത്രത്തോളം ലീഡ് ഉയർത്താനായി UR പ്രദീപിന് കഴിയുമെന്നുള്ളത് മാത്രമേ ഇനി നോക്കാനുള്ളൂ. പക്ഷേ ഇനി എണ്ണാനുള്ള പഞ്ചായത്തുകളാണ് UDF പ്രതീക്ഷയുള്ളത്. പക്ഷെ അപ്പോഴും ഇത്രയേറെ ലീഡ് പോവുകയാണെങ്കിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് UDF കേന്ദ്രങ്ങൾക്കുള്ളത്. ലീഡ് 4498 UR പ്രദീപിന്. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി കരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 4498 വോട്ടിന്റെ ലീഡാണ്. ആകെ വോട്ട് 13,002 വോട്ട് UR പ്രദീപിന്. രമ്യ ഹരിദാസിന് 8504 വോട്ട് മാത്രം. കെ ബാലകൃഷ്ണ BJP സ്ഥാനാർത്ഥിക്ക് 4423. നേരത്തെ നമ്മൾ പറഞ്ഞത് കൗതുകം, അതിപ്പോഴും ആവർത്തിക്കാണല്ലോ അഭിലാഷേ. NDA സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട്, അതിന്റെ ഇരട്ടി UDFന്. അതിൽ നിന്ന് NDA സ്ഥാനാർത്ഥി വോട്ട് കൂട്ടിയാൽ അത് LDF. ഇങ്ങനെ ഒരു പാറ്റേണിൽ പോവുകയാണ് അവിടെ കാര്യങ്ങൾ. 4000, 8000, 13000 ഇങ്ങനെ പോവുകയാണ്. ആദ്യത്തെ 5-6 റൗണ്ടുകളിലും എണ്ണുക. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ മൂന്നും LDF ശക്തി കേന്ദ്രങ്ങളാണ്. അത് എണ്ണുമ്പോൾ 4498 വോട്ട്. ചേലക്കരയിൽ UDF മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവിടെയും ലീഡ് LDF-നാവാനാണ് സാധ്യത. UDF ലീഡ് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാഴി, തിരുവല്ലാമല, മുള്ളൂർക്കര, പഴയന്നൂർ മേഖലകളിലാണ്. പക്ഷേ അവിടുത്തെ ലീഡ് കൊണ്ട് ഇപ്പോഴത്തെ LDF കേന്ദ്രങ്ങൾ കിട്ടിയ ഈ ഹ്യൂജ് ആയിട്ടുള്ള ലീഡിനെ മറികടക്കുക അസാധ്യമാണ്. അതുകൊണ്ട് UR പ്രദീപ് കംഫർട്ടബിൾ ആണ്. ചേലക്കര ഉറപ്പിച്ചിരിക്കുന്നു, അതിലൊരു തർക്കമില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിചാരിക്കേണ്ടത്. അല്ലെങ്കിലും ചേലക്കര സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം മറ്റു മുന്നണികൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് ഇടത്തേക്കോട്ടെ എന്ന് പേരെടുത്തതാണ്. 1298 ഉയർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ്. ഇതാരും പ്രതീക്ഷിച്ചതല്ല. രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ C കൃഷ്ണകുമാർ ഇഞ്ചോടിഞ്ച് പോരിൽ നമ്മളൊരു 12ഓ 13ഓ റൗണ്ടൊക്കെ ആകുമ്പോഴേക്ക് ആര് എന്ന ആകാംക്ഷയോടുകൂടി നിൽക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇല്ല, കാരണം 8ാം റൗണ്ട് മുതൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം വളരെ വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയാം. ആദ്യത്തെ 8 റൗണ്ടുകളായിരുന്നു BJP വലിയ തോതിൽ ഒരു 9000-10000 വോട്ട് വരെ ലീഡ് ചെയ്യേണ്ട സ്ഥലം ആദ്യത്തെ 8 റൗണ്ടുകളായിരുന്നു. പക്ഷേ അവിടെ രാഹുലാണ് ലീഡ് ചെയ്യുന്നത്. BJP ക്യാമ്പിന് കൊടുക്കുന്നില്ല UDF എന്നുള്ളതാണ്. ആദ്യം ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു ഇടം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ 2ാം റൗണ്ടിൽ ലീഡ് എടുത്ത് തുടങ്ങിയിരിക്കുന്നു. അതെ, ഒറ്റ ഘട്ടത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സമ്മതിച്ചത്. പിന്നീട് പിടിച്ചു കിട്ടിയതായി ഇപ്പോൾ പിടിച്ചു നിർത്തി മുന്നോട്ട് കുതിച്ചിരിക്കുന്നു UDF. വയനാട്ടിലെ ഒരു ചിത്രം കൂടി ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഫീഷ്യൽ കണക്കാണ്. 68,917 വോട്ട്. 68,900. അത് ചെറിയ വ്യത്യാസം നമ്മുടെ സ്ക്രീനിലുണ്ട്. 68,899 അതിലേക്ക് എത്തുന്നു. പ്ലസ് 48,239 അതായത് നേരത്തെ ലഭിച്ചതിനേക്കാൾ 48,239 വോട്ട് കൂടുതൽ ലഭിച്ചു എന്ന ട്രെൻഡാണ് അവിടെ കാണിക്കുന്നത്. അതായത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് കാണിക്കുന്നത്. സത്യൻ മൊകേരിയുടെ വോട്ടിൽ -48,239. രാഹുൽ ഗാന്ധിക്ക് 2ാം ടേണിൽ കിട്ടിയ കുറഞ്ഞ വോട്ടുകൾ കൂടി പ്രിയങ്ക ഗാന്ധി അധികമായി സമാഹരിക്കുമോ എന്നത് കണ്ടറിയാം. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക വലിയ ഭൂരിപക്ഷം എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ 20,000 -48,239 എന്ന് പറയുമ്പോൾ 20,678 വോട്ടാണ് ഇപ്പോൾ സത്യൻ മൊകേരിക്ക് വയനാട്ടിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ രാഹുൽ 3,64,400 ലീഡ് നില കുറഞ്ഞു പോയത്. BJP അധികമായി സമാഹരിച്ച വോട്ടുകളടക്കം അതിന് കാരണമായിരുന്നു. പക്ഷേ ഇത്തവണ പ്രിയങ്ക അതിനും മുകളിലേക്ക് പോകുമോ? 4 ലക്ഷം കടന്ന് ഭൂരിപക്ഷം കുതിക്കുകയാണെങ്കിൽ അത് UDF ക്യാമ്പിന് ഇത്രമേൽ ആവേശം, ഇനി എന്ത് വേണം, സന്തോഷം എന്നുള്ള നില. ഈ കണക്ക് പാലക്കാട്ടെ കണക്ക് പറയുന്നത് ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. 68,000 ഒരു 20,000 ഇതാണ് വ്യത്യാസം. 68,000 20,000. UDF പ്രിയങ്ക 68, LDF 20. പാലക്കാട് ആവേശത്തിൽ മറന്നുകൊണ്ട് അവിടെ അങ്ങനെ ചിലത് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഡിജിറ്റ് എത്ര വലുതായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്.